ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിനിടെ കളിക്കാർ ഹൈഡ്രേഷൻ ബ്രേക്കിന് പിരിയുമ്പോൾ ഗാലറിയിൽ ഇരു ടീമുകളുടെയും ആരാധകർ കൂക്കി വിളിക്കുകയായിരുന്നു. ബ്രസീൽ മൊറോക്കോ മത്സരത്തിൽ അതുവരെ കളി നിയന്ത്രിച്ചിരുന്ന മൊറോക്കോയിൽ നിന്ന് ബ്രസീൽ കളി തിരിച്ചുപിടിച്ചത് ആദ്യ പകുതിയിലെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമായിരുന്നു. വമ്പന്മാരായ ജർമ്മനിക്കെതിരെ സമനില ഗോൾ കണ്ടെത്തി ചരിത്രമെഴുതിയ കുറസോ കളി കൈവിട്ടതും ആദ്യ പകുതിയിലെ ഹൈഡ്രേഷൻ ബ്രേക്കിന് പിന്നാലെയായിരുന്നു. ലോകകപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യഘട്ട മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഹൈഡ്രേഷൻ ബ്രേക്ക് ചർച്ചയാകുകയാണ്. കളിക്കാർക്ക് അനുകൂലമായി ഫിഫ അവതരിപ്പിച്ച ഈ മാറ്റം ശരിക്കും മത്സരഫലങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? നോക്കാം. ഹൈഡ്രേഷൻ ബ്രേക്കുകൾ ഫുട്ബോളിൽ പുതിയ സംഭവമല്ല. ഖത്തർ ലോകകപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന ടൂർണമെന്റുകളിൽ കാലാവസ്ഥയ്ക്കും മറ്റുമനുസരിച്ച് റഫറിമാർക്ക് ഹൈഡ്രേഷൻ ബ്രേക്ക് അനുവദിക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ മത്സരത്തിന്റെ ഇരു പകുതികളിലുമായി 3 മിനിറ്റ് നിർബന്ധിത ഹൈഡ്രേഷൻ ബ്രേക്കാണ് ഫിഫ നടപ്പാക്കുന്നത്. അതിനും കാരണമുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ US-ൽ നടന്ന ക്ലബ് ലോകകപ്പിൽ കടുത്ത വേനലിൽ താരങ്ങൾ ഉൾപ്പെടെ വലഞ്ഞിരുന്നു. ഈ കാലാവസ്ഥയിൽ ടൂർണമെന്റ് നടത്തുന്നതിനെതിരെ താരങ്ങളും പരിശീലകരും ഉൾപ്പെടെ പരസ്യമായി രംഗത്തു വന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 104 മത്സരങ്ങൾ ഉൾപ്പെട്ട വലിയ ടൂർണമെന്റായ ലോകകപ്പിൽ നിർബന്ധിത ഹൈഡ്രേഷൻ ബ്രേക്ക് ഫിഫ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ കളിക്കാർക്ക് ഗുണകരമാകാൻ കൊണ്ടുവന്ന ഈ മാറ്റം ശരിക്കും ഫുട്ബോളിന്റെ ഒഴുക്കിനെ നശിപ്പിക്കുന്നുവെന്നാണ് വിമർശനം. കാൽപന്തിന് സ്വാഭാവികമായുള്ള റിതം തെറ്റിക്കുന്നതാണ് ഈ 3 മിനിറ്റുകളെന്ന് ഫുട്ബോൾ പണ്ഡിതർ വിലയിരുത്തുന്നുമുണ്ട്. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ മധ്യത്തിലും രണ്ടാമത്തെ പകുതിയുടെ മധ്യത്തിലും വരുന്ന ഈ ഇടവേളകൾ തീവ്രമായ ഫുട്ബോൾ നിമിഷങ്ങളെ നശിപ്പിക്കുന്ന ഒന്നായി മാറുന്നുവെന്നാണ് അവർ പറയുന്നത്. റൂഫുള്ളതും അപകടകരമായ താപനില ഇല്ലാത്തതുമായ അമേരിക്കൻ സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് എന്തിനാണ് ഈ ബ്രേക്ക് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ 104 മത്സരങ്ങളിലും ഒരേ നിയമം നടപ്പിലാക്കാനാണ് സിയാറ്റിൽ പോലെ നല്ല കാലാവസ്ഥയുള്ള വേദികളിലെ മത്സരങ്ങൾക്കും ഹൈഡ്രേഷൻ ബ്രേക്ക് അനുവദിക്കുന്നതെന്നാണ് ഫിഫയുടെ വിശദീകരണം. ഇന്ത്യയിലെ IPL മത്സരങ്ങൾക്കിടെ കാണാറുള്ള സ്ട്രാറ്റജിക് ടൈം ഔട്ട് പോലെ ബ്രോഡ്കാസ്റ്റേഴ്സിന് പരസ്യം സംപ്രേഷണം ചെയ്യാനുള്ള സമയം നൽകാനാണ് ഫിഫ ഇത്തരമൊരു മാറ്റം അനുവദിച്ചതെന്നാണ് മറ്റൊരു വാദം. അമേരിക്കയിലെ പ്രമുഖ ബ്രോഡ്കാസ്റ്റേഴ്സായ ഫോക്സ് സ്പോർട്സ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിലെ ഹൈഡ്രേഷൻ ബ്രേക്കിൽ പൂർണ്ണമായി പരസ്യം നൽകിയതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. മറ്റ് പല രാജ്യങ്ങളിലും സംപ്രേഷണാവകാശം സ്വന്തമാക്കിയ പ്ലാറ്റ്ഫോമുകളും ഈ സമയം പരസ്യങ്ങൾ കാണിക്കാനാണ് മാറ്റിവെക്കുന്നത്. ഈ സമയം ടീമുകൾ തന്ത്രങ്ങൾ മെനയാൻ ഉപയോഗിക്കുന്നു, എതിർ ടീമിന്റെ മേൽക്കൈ കളയാൻ കാരണമാകുന്നു എന്നാണ് മറ്റൊരു വിമർശനം. മൊറോക്കോയ്ക്കെതിരായ മത്സരത്തിൽ സമനില ഗോൾ കണ്ടെത്താൻ ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് ഉപകരിച്ചുവെന്ന് ബ്രസീൽ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി തുറന്നു സമ്മതിച്ചിരുന്നു. എനിക്ക് ടീമിനോട് 2 തവണ കൂടുതൽ സംസാരിക്കാൻ അവസരം ലഭിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോശം കാലാവസ്ഥയിൽ ഇടവേളകൾ അനിവാര്യമാണ്. എന്നാൽ നല്ല കാലാവസ്ഥയുള്ള ഇടങ്ങളിൽ ഈ മാറ്റം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് US ടീമിന്റെ പരിശീലകൻ പോച്ചറ്റീനോയുടെ പ്രതികരണം. മത്സരങ്ങളെ 4 പകുത്തുള്ള ഈ മാറ്റം കളിക്കാർക്കുപരി ടീമുകളെ സഹായിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. വലിയ ടീമുകൾക്കെതിരെ ആദ്യ മിനിറ്റുകളിൽ തന്നെ മികച്ച പ്രതിരോധം തീർക്കുന്ന കുഞ്ഞന്മാരുടെ ഹൃദയത്തെ അടിക്കടി ഉണ്ടാകുന്ന ഇടവേളകൾ ബാധിക്കുമെന്നതും വലിയ ടീമുകൾക്ക് പുതിയ പദ്ധതി മത്സരത്തിനിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ അവസരമുണ്ടാകുമെന്നതും ശരിയാണ്. ഇതിനോടകം തന്നെ പല മത്സരങ്ങളെയും സ്വാധീനിച്ച ഈ ഇടവേള ഫുട്ബോളിന് നല്ലതാകുമോ അതോ വില്ലനാകുമോ? കാത്തിരുന്നു കാണും.